ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു സിനിമ, ലൈക്ക് ആക്ടറായിട്ട് ഫസ്റ്റ് ടൈം ആണെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കുറേ സിനിമയിൽ അറിയാമല്ലോ, ലൈക്ക് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹൈറാർക്കി സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറയും. അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? കുറച്ചുകൂടെ ക്ലിയർ ആക്കി എങ്ങനെ പറയാം? ലൈക്ക് ഇപ്പോൾ ഒരു ടീം ഏറ്റവും ടോപ്പ്, അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പല കാര്യത്തിലാണെങ്കിലും ഹൈറാർക്കി സിസ്റ്റം വെച്ചിട്ടാണ് ഓരോന്ന്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണ് നമ്മൾ സ്പെസിഫിക് പറഞ്ഞെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഇല്ല. ബേസിക്കലി ഒരു ലൊക്കേഷനിലേക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന് ഒരു സെപ്പറേഷൻ ഒന്നും ഉള്ള കാലഘട്ടമല്ല. ബിക്കോസ് ഞാൻ പറയും, ഇപ്പോൾ ഒരു 10, 20, 30 കൊല്ലം മുമ്പാണെങ്കിൽ, കോട്ടയം 20 കൊല്ലം മുമ്പാണെങ്കിൽ നമുക്ക് ചിക്കൻ കഴിക്കാൻ പലർക്കും പറ്റില്ല, അല്ലെങ്കിൽ ബീഫ് മേടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇന്ന് അത്യാവശ്യം എല്ലാവരും കൂലിപ്പണി എടുത്തിട്ടാണ് ലേൺ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ നിന്ന് ഒരു ഹാപ്പി ആയിട്ട് അവരുടെ ഇപ്പം 1 ലക്ഷം സമ്പാദിക്കണം അതിൻ്റെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, 50,000 സമ്പാദിക്കണം അതിൻ്റെ രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, 10,000 ചെയ്യുന്ന ഡെയിലി വേജസ് ചെയ്യുന്ന ആൾക്കാർ അവർ ഹാപ്പിയാണ്, അവർ അത്യാവശ്യം ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് തന്നെ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ബേസിക്കലി നമ്മൾ ചുമ്മാ ഇപ്പോൾ ഞാൻ പറയാം, ഒരു 500 പേര് വർക്ക് ചെയ്യുന്ന ഒരു ലൊക്കേഷനിൽ ചിലപ്പോൾ 2 പേർക്ക് ഫുഡ് തികഞ്ഞില്ലാതിരിക്കും. ഈ 2 പേര് ചിലപ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ വന്ന എന്തെങ്കിലും ഭാഗമായിട്ട് വന്നിട്ട് അവർക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ വേണ്ടിയായിരിക്കും അവർ പറഞ്ഞു അവിടെ ഫുഡില്ല, അവിടെ താമസം റെഡിയല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു അവസരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നടക്കുന്നതെങ്കിൽ എനിക്ക് ഫുഡൊന്നും ഒരു പ്രശ്നമല്ല. ഈ പറയുന്ന ഒരു 150 രൂപയുടെ ബിരിയാണി ഒന്നും എന്നെ സംബന്ധിച്ചൊരു മാറ്റർ അല്ല. എനിക്ക് അവിടെ ഞാൻ എന്തിനാ വന്നത്, അവസരം. അപ്പോൾ എനിക്ക് അഭിനയിക്കാനാണെങ്കിൽ അതിന് വരെ ഞാൻ വെയിറ്റ്. ഞാൻ എത്രയോ സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട്. അതായത് എൻ്റെ കൈയും കാലമൊക്കെ അഭിനയിച്ച് ഒത്തിരി സാധനങ്ങളുണ്ട്. അവിടെ ഒന്നും നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇത് 14ാമത്തെ വർഷമാണ്. സോ ഓൾമോസ്റ്റ് ലൈക്ക് 14 years ഓഫ് ജേർണി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഈസി. ലോട്ട് ഓഫ് സ്ട്രഗിൾ, ടെൻഷൻ, നമ്മളുടെ ഒരു എന്താ പറയുക എല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക്, പക്ഷെ അത് എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ കയ്യിലും വരും, അത് സത്യസന്ധമായി വരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ അഭിനയിക്കാൻ പോയിട്ട് എനിക്ക് ഫുഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് AC റൂം കിട്ടിയില്ല. എനിക്ക് ദൈവം സഹായിച്ച് ഫുഡ് കഴിക്കാൻ വേറെ സോഴ്സ് ഉണ്ട്, എനിക്ക് വീട്ടിൽ AC റൂമുണ്ട്, പിന്നെ എനിക്ക് ഇവിടെ ഒന്നും തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പാലക്കാടും കോഴിക്കോടൊക്കെ ഓഡീഷൻസിന് മുമ്പ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി അവിടെ റൂം എടുത്ത് താമസിക്കുന്നു. അതൊരു നമ്മളത് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്കുള്ളൊരു ഇൻപുട്ടാണ്. നമ്മളുടെ ഫ്യൂച്ചർ ചിലപ്പോൾ അതിൻ്റെയൊക്കെ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് ആയിരിക്കും ദൈവം നമുക്ക് നാളെ വലിയ എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് എറിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. ഫുഡ് കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നമ്മൾ കടം അടിച്ചിട്ടാണെങ്കിലും വേറെ സ്ഥലത്ത് ഫുഡ് കഴിച്ചോളാം, അപ്പുറം ചാൻസ് കിട്ടിയാൽ മതി, അത്ര. അപ്പോൾ ഇപ്പോൾ മലയാള സിനിമ ഇപ്പോൾ ചാൻസിന് വേണ്ടിയിട്ട് എത്രയും ആഗ്രഹിക്കുന്നു, എഫേർട്ട് എടുത്തു എന്നും പറഞ്ഞല്ലോ. മലയാള സിനിമ പലപ്പോഴും ഈ അപ്കമിങ് ആക്ടേഴ്സ് അല്ലെങ്കിൽ പുതുമുഖ നടന്മാരെ നടികളെയും ഭയങ്കര രണ്ടും കൈനീട്ടി സ്വീകരിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട്, അതായത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഒരു കഴിഞ്ഞൊരു 10 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 10 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരഭിനയിക്കുന്നു എന്ന് നോക്കിയല്ല. പണ്ടുണ്ടായിരുന്ന ഒരു ഹീറോ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ആൾക്ക് ഇത്രയും ഹൈറ്റ് വേണം, നിറം വേണം, അങ്ങനെയുള്ള ഒരു ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആർക്കും അഭിനയിക്കാം, അത് നല്ലതാവണമെന്നുള്ളൂ. അല്ലാണ്ട് ഇത് ഇന്നയാൾ അഭിനയിച്ചു എന്നൊന്നുമില്ല. നമ്മൾ ആർക്കും എല്ലാവർക്കും സ്പേസ് ഉണ്ട്. അത് വലിയൊരു കാരണം. അത്രയും നമുക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ സിനിമയിലൂടെ മാത്രമല്ലല്ലോ നമ്മുടെ ടാലൻറ്റ് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതല്ലാണ്ട് നമ്മുടെ സ്വന്തം മൊബൈലിൽ തന്നെ നമ്മുടെ ടാലൻറ്റ് കാണിക്കുന്ന അപ്പോൾ അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയുക, സിനിമ വാസ് ഇൻ ചെന്നൈ, ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം പലർക്കും റീച്ചബിൾ അല്ല. അന്നൊരു ക്യാമറ ആണെങ്കിൽ ചെന്നൈ പോകണം, അന്ന് ഇത്ര ഫിനാൻഷ്യലി സെക്യൂർഡ് അല്ല ആളുകൾ. അപ്പോൾ അവിടെ പോയി പട്ടിണി എടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സിനിമ നമ്മുടെ അടുത്തേക്ക് എത്തി. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്യാമറയെ പറ്റി പഠിക്കണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം, നമുക്ക് നമ്മളുടെ ടാലൻറ്റ് കാണിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ചെയ്യാം. സോ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ടാലൻ്റ് ഉള്ള ആളുകൾക്ക് സ്പേസ് കൂടുക ശരിക്കും പറഞ്ഞാൽ ചെയ്ത് അത് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളൂ, അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇപ്പം ഈ കൂൺ സിനിമ റിലീസിനൊരുങ്ങുകയാണ്, വേറെ അപ്കമിങ് പ്രോജക്ട്സും വരുന്നുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൂടാതെ 2 സിനിമ സംസാരത്തിലുണ്ട്, സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്പറിലല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നല്ല ക്യാരക്ടർ ചെയ്യുന്ന നല്ല ക്യാരക്ടർ. ഓക്കെ, ലിമ ഈസ് എ ഗുഡ് ആക്ടർ, അല്ലെങ്കിൽ അവന് പണി അറിയാം എന്ന് ആത്മാർത്ഥമായ ആളുകളൊക്കെ പറയിക്കുക എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാനാണ് താല്പര്യം. എണ്ണമല്ല, ഒരു വർഷം ഒരു 10 നായക സിനിമ ഇറങ്ങണമെന്നുള്ളതല്ല, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. കാരണം ഒരേ ടൈപ്പ് കാസ്റ്റ് ആയി പോകാണ്ട്
വ്യത്യസ്തമായ കഴിഞ്ഞ സിനിമയിൽ നിന്ന് മാറിയുള്ള ലുക്കും അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ക്യാരക്ടറും ചെയ്യുക, അപ്പോഴാണ് നമുക്കൊരു ആക്ടർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രേക്ഷകർ പലപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പ്രേക്ഷകർ തന്നെ പറയുകയാണ് ഇന്ന ടൈപ്പ് സിനിമ ചെയ്യണം എന്ന് പറയുമ്പോൾ ശരിക്കും ആക്ടേഴ്സിനും അതിന് ബുദ്ധിമുട്ടാണ്. അവരവരുടെ ഇഷ്ടത്തിന് സിനിമകൾ ചെയ്യട്ടെ, നല്ലതാണ്, ആക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇത് തിയേറ്ററിൽ പോയി കാണുക. കാരണം ഒരു സ്റ്റാർ സിനിമയല്ല. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന എൻ്റെ വാല്യൂ ഒരു വലിയ സീറോ ആണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഞാൻ. ഓക്കെ, അപ്പോൾ ആ 0 വില വരണം, എന്നാലാണ് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള കുറച്ചുകൂടെ നല്ല നല്ല, അതായത് എൻ്റെ ഇഷ്ടത്തിനുള്ള വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്തടുത്ത് സിനിമകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തിരിക്കുന്ന സിനിമ അതിനൊരു തുടക്കം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ പ്രേക്ഷകരോട് പറയാൻ, നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, ഈ സിനിമ ഒന്ന് കണ്ടു നോക്കും. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ പൈസ പോകുന്നൊരു സിനിമയായിട്ട് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക്, അതായത് ഈ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ചിരിച്ചു മറിഞ്ഞു വരാമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് എന്താ പറയുക, ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് മെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, അല്ല ആ ആളുകളെ ഇത് സാറ്റിസ്ഫൈഡ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളൊന്ന്, ഞാൻ പറയുന്നത് നിങ്ങളത് കണ്ടു നോക്ക്, കണ്ടിട്ട് അതിന് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. തീർച്ചയായിട്ടും ഇത് കൂടാണ്ട് അണിയറയിൽ ഒരുപാട് പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് അതിലേക്കുള്ള ഒരു ഫ്യൂവലാണ്. അപ്പോൾ ആ ഫ്യൂവൽ എന്ന് തന്നാൽ അടിപൊളി സിനിമകളായിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. പറഞ്ഞ പോലെ തന്നെ സിനിമയാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലാണെങ്കിലും നല്ല നല്ല വിജയങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.